ദ ജേർണലിസ്റ്റിലേക്ക് ഇറാനുമായി യുദ്ധത്തിനിറങ്ങി തിരിച്ച് ഒടുവിൽ ട്രംപ് കുടുങ്ങിപ്പോയ അവസ്ഥയാണ് എന്ന് വീണ്ടും വീണ്ടും പറയേണ്ടി വരികയാണ്. കാരണം ട്രംപിന്റെ വീരവാദങ്ങളെല്ലാം പൊളിച്ചടുക്കിക്കൊണ്ട് ഇറാൻ അമേരിക്ക യുദ്ധത്തിൽ സമ്പൂർണമായ മേധാവിത്വത്തിലേക്ക് ഇറാൻ കടന്നിരിക്കുന്നു. ഇതുമായി ബന്ധപ്പെട്ട് അന്താരാഷ്ട്ര വാർത്താ ഏജൻസിയായ റോയിറ്റേഴ്സ് നൽകിയിരിക്കുന്ന ഒരു റിപ്പോർട്ട് നോക്കുക. ഇറാൻ ഈസ് സ്റ്റോപ്പിംഗ് മെസ്സേജ് എക്സ്ചേഞ്ചസ് വിത്ത് US, മേ ബ്ലോക്ക് ഹോർമുസ്, തസ്നീം ന്യൂസ് ഏജൻസി സെയ്സ് എന്നാണ് ഇന്നലെ രാത്രി പുറത്തുവിട്ട വാർത്തയിൽ റോയിറ്റേഴ്സ് പറയുന്നത്. അതായത് അമേരിക്കയുമായി ഇനി ഒരു ചർച്ചയ്ക്കും ഇറാൻ തയ്യാറല്ല. ഇറാനും മടുത്തിരിക്കുന്നു. ട്രംപ് ഓരോ കാര്യങ്ങളും ഓരോ ഘട്ടത്തിൽ തോന്നിയതുപോലെ പറയുകയാണ്. ലോകം മുഴുവൻ ഇതിനനുസരിച്ച് പ്രതികരിക്കുകയാണ്. പക്ഷേ ഗ്രൗണ്ട് റിയാലിറ്റിയിൽ ട്രംപ് പറയുന്നതും പ്രവർത്തിക്കുന്നതും തമ്മിൽ യാതൊരു ബന്ധവുമില്ല. അതാണ് ഇപ്പോൾ സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ട്രംപ് പറഞ്ഞിരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം യുദ്ധം അവസാനിക്കാൻ പോവുകയാണ് എന്നുള്ളതായിരുന്നു. പക്ഷേ അപ്പോൾ ട്രംപ് മുന്നോട്ട് വെച്ച ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് ഇറാൻ തങ്ങൾ പറയുന്നതൊക്കെ അനുസരിക്കാൻ പോവുകയാണ് എന്നതാണ്. എന്നാൽ തൊട്ടടുത്ത നിമിഷം തന്നെ ഇറാൻ പറയുന്നു, ഞങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കപ്പെടാതെ, ഞങ്ങളുടെ ആവശ്യങ്ങൾ അംഗീകരിക്കാതെ ഒരു കാരണവശാലും ഈ യുദ്ധത്തിൽ നിന്ന് ഞങ്ങൾ പിന്നോട്ട് പോകില്ല എന്ന്. ഇതോടെ ട്രംപിന്റെ കുതന്ത്രം കള്ളക്കളി പൊളിഞ്ഞടുങ്ങി. ട്രംപ് നേരെ പ്ലേറ്റ് മാറ്റി ഇറാന് നേരെ ശക്തമായ ആക്രമണം നടത്തുമെന്ന ഭീഷണിയുമായി വീണ്ടും ട്രൂത്ത് സോഷ്യലിലൂടെ ട്രംപ് രംഗത്തെത്തി. അപ്പോൾ ട്രംപ് പറഞ്ഞത് ഹോർമുസ് കടലിടുക്ക് തുറന്നു കൊടുക്കാതെ, ഹോർമുസിൽ നിയന്ത്രണം അവസാനിപ്പിക്കാതെ ഇനി ഇറാന് വെറുതെ വിടില്ല എന്നായിരുന്നു. പക്ഷേ അതിനുശേഷം ഏതാണ്ട് 48 മണിക്കൂർ കഴിയുമ്പോൾ ട്രംപ് വീണ്ടും പറയുന്നത് ഒരാഴ്ചക്കകം ഈ യുദ്ധം അവസാനിക്കുമെന്നാണ്. അങ്ങനെ ലോകത്തെ മുഴുവൻ മണ്ടന്മാരാക്കുന്ന വിധത്തിൽ, ലോക ജനതയുടെ അല്ലെങ്കിൽ പശ്ചിമേഷ്യൻ ജനതയുടെ ക്ഷമയെ പരീക്ഷിക്കുന്ന വിധത്തിൽ നിരന്തരമായി വീരവാദങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ട്രംപുമായി ഇനി ഒരു തരത്തിലുള്ള ആശയവിനിമയവും ഇല്ല എന്ന് ഇറാൻ അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധത്തിൽ പ്രഖ്യാപിക്കുകയാണ്. ഈ പ്രഖ്യാപനം വന്ന് മണിക്കൂറുകൾക്കുള്ളിൽ അമേരിക്കയുടെ ഒരു വാണിജ്യ കപ്പൽ തകർത്തു എന്ന് ഇറാൻ അവകാശപ്പെടുകയും ചെയ്തിരിക്കുന്നു. അതായത് ഹോർമുസ് കടലിടുക്കിൽ ശക്തമായ നിയന്ത്രണം ഏർപ്പെടുത്തിക്കൊണ്ട് ഹോർമുസ് കടലിടുക്കിലെ കപ്പലുകളുടെ സുരക്ഷയെ പോലും ബാധിക്കുന്ന വിധത്തിൽ അതിരൂക്ഷമായ ആക്രമണങ്ങൾ നടത്തിക്കൊണ്ട് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ വീരവാദങ്ങൾക്കും കബളിപ്പിക്കലുകൾക്കും കുതന്ത്രങ്ങൾക്കും ശക്തമായ തിരിച്ചടി കൊടുക്കുക എന്ന ലക്ഷ്യത്തിലേക്ക് ഇറാൻ എത്തിയിരിക്കുന്നു എന്ന് തന്നെ വേണം കരുതാൻ. ഇത് വളരെ അപകടകരമായ ഒരു സാഹചര്യമാണ് എന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല. കാരണം ഈ യുദ്ധം അവസാനിക്കുക എന്നത് നമ്മുടെ എല്ലാം പ്രാർത്ഥനയാണ്. അല്ലെങ്കിൽ അതിഗുരുതരമായ സാഹചര്യമായിരിക്കും ഗൾഫ് മേഖലയിൽ ഉൾപ്പെടെ ഉണ്ടാവുക. അമേരിക്കയെ സംബന്ധിച്ചും വലിയ നാശനഷ്ടങ്ങൾ ഇതോടകം റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 20 അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ തകർക്കപ്പെട്ടതായി, അതായത് അമേരിക്കയുടെ പശ്ചിമേഷ്യയിലുള്ള ഗൾഫ് മേഖലയിലുള്ള 20ഓളം സൈനിക കേന്ദ്രങ്ങൾ ഇറാൻ നടത്തിയ ആക്രമണത്തിൽ തകർന്നിട്ടുണ്ട്, സാരമായ കേടുപാടുകൾ ഉണ്ടായിട്ടുണ്ട് എന്നാണ് ഇന്നലെ ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട്. അപ്പൊ അതിന്റെ അർത്ഥം എന്ന് പറയുന്നത് അമേരിക്കയ്ക്കും ഈ യുദ്ധം കൊണ്ട് കാര്യമായ നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ട് എന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് അമേരിക്ക ഭീഷണികൾക്കപ്പുറം കാര്യമായ നടപടികളിലേക്ക് പോകാത്തത്. പക്ഷേ കഴിഞ്ഞ ദിവസം CNN ഒരു നിർണായകമായ റിപ്പോർട്ട് പുറത്തു വന്നതോടെ അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന് അത് വലിയ നാണക്കേടായി. ആ റിപ്പോർട്ട് എന്തായിരുന്നു എന്നത് സംബന്ധിച്ച് ഇന്നലെ നമ്മൾ വീഡിയോ ചെയ്തതാണ്. അതിലെന്താണ് പറയുന്നത്? ഇറാന്റെ 69ഓളം മിസൈൽ നഗരങ്ങൾ അത് മുഴുവൻ തകർത്തു എന്നായിരുന്നു ട്രംപും നെതന്യാഹുവും അവകാശപ്പെട്ടത്. പക്ഷേ ആ മിസൈൽ നഗരങ്ങൾ മുഴുവൻ ആക്ടിവേറ്റ് ആയിരിക്കുന്നു. ഈ വെടിനിർത്തൽ കാലയളവിൽ ഇറാൻ ആ മിസൈൽ നഗരങ്ങൾ മുഴുവൻ സജീവമാക്കുകയും കൂടുതൽ ലോഞ്ചിങ് പാഡുകൾ സൃഷ്ടിക്കുകയും കൂടുതൽ ആയുധങ്ങൾ സജ്ജമാക്കുകയും അമേരിക്കയ്ക്കും ഇസ്രായേലിനുമെതിരെ തുടർച്ചയായ യുദ്ധം നടത്തിക്കൊണ്ടു പോകാൻ വേണ്ടതെല്ലാം സജ്ജമാക്കുകയും ചെയ്തു. ഈ ഗർത്തങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങളൊക്കെ തകർക്കുന്ന വിധത്തിൽ ചില ആക്രമണങ്ങൾ അമേരിക്ക നടത്തിയിരുന്നു. ആ ഗർത്തങ്ങളിലേക്കുള്ള പ്രവേശന കവാടങ്ങൾ മുഴുവൻ ഇറാൻ അവരുടെ വളരെ സിമ്പിൾ ആയിട്ടുള്ള മെക്കാനിസം ഉപയോഗിച്ചുകൊണ്ട് നേരെയാക്കി, ഗതാഗത യോഗ്യമാക്കി, പ്രവർത്തനം സുഗമമാക്കി എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ പുറത്തു വന്ന റിപ്പോർട്ട്. അതിന്റെ അർത്ഥം എന്താണ്? ഇനി അങ്ങോട്ട് യുദ്ധം ചെയ്യാൻ ഇറാൻ ആരുടെയും ഒത്താശയുടെ ആവശ്യമില്ല. ഇറാൻ അല്ലെങ്കിലും ആരുടെയും ഒത്താശ സ്വീകരിച്ചുകൊണ്ടല്ല യുദ്ധം ചെയ്യുന്നത്. അപ്പോൾ ഇത്രയും കാലം ഇറാനെ തന്ത്രപരമായി ആശയക്കുഴപ്പത്തിലാക്കുക എന്ന നിലയിൽ
ഇറാനെ പിടിച്ചു നിർത്താൻ വേണ്ടിയിട്ടായിരുന്നു ട്രംപ് പല വിധത്തിലുള്ള അവകാശവാദങ്ങളും വീരവാദങ്ങളും കള്ളക്കഥകളും മെനഞ്ഞുകൊണ്ടിരുന്നത്. പക്ഷെ അതൊക്കെ ഇനി അവസാനിപ്പിച്ചുകൊള്ളൂ. ഇനി ട്രംപ് എന്തു പറഞ്ഞാലും ഒരു ചർച്ചയ്ക്കും ഞങ്ങൾ തയ്യാറല്ല എന്ന് ഇറാൻ അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുകയും അതിന് തൊട്ടു പിന്നാലെ ഒരു സൂചന എന്നോളം വാണിജ്യ കപ്പലിന് നേരെ, ഹോർമുസ് കടലിടുക്കിലുള്ള ഒരു അമേരിക്കൻ വാണിജ്യ കപ്പലിന് നേരെ, പനാമയുടെ ഫ്ലാഗ് വെച്ച അമേരിക്കൻ ഉടമസ്ഥതയിലുള്ള ഒരു വാണിജ്യ കപ്പലിന് നേരെ ആക്രമണം നടത്തുകയും ചെയ്തിരിക്കുന്നു. അത് സൂചിപ്പിക്കുന്നത് ഇനി അമേരിക്ക ഏതെങ്കിലും തരത്തിൽ ഇറാന് നേരെ സമ്മർദ്ദം ഉയർത്താൻ ശ്രമിച്ചാൽ ഓരോ കപ്പലുകളും ഹോർമുസ് കടലിടുക്കിലെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ഉടമസ്ഥതയിലുള്ള അമേരിക്കൻ ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ ആക്രമണം നടക്കാൻ സാധ്യതയുണ്ട് എന്ന് തന്നെയാണ്. അതുതന്നെയാണ് റോയിറ്റേഴ്സ് പുറത്തുവിട്ട വാർത്തയിലും പറയുന്നത്. ഇറാന് സഹി കെട്ടിരിക്കുന്നു. അതോടൊപ്പം ഇറാൻ ഇനി ചർച്ചകൾക്കില്ല എന്ന് പറയുന്നതിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ ലെബനനിലേക്ക് നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണമാണ്. ഇസ്രായേലിന് ഇറാന് നേരെ യുദ്ധം നടത്താൻ കഴിയില്ല. കാരണം ഒരു വെടിനിർത്തൽ ട്രംപ് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. അതിനെ ഓവർടേക്ക് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ട് ഏതെങ്കിലും തരത്തിലൊരു ആക്രമണം ഇറാനിലേക്ക് നടത്തിയാൽ ഇറാൻ തീർച്ചയായും ഇസ്രായേലിന് നേരെ പ്രത്യാക്രമണം നടത്തും. ആ പ്രത്യാക്രമണം താങ്ങാനുള്ള ശേഷി ഇസ്രായേലിനില്ല എന്ന് മാത്രമല്ല, ഇറാന്റെ ആയുധ ശേഖരം അതിശക്തമാണ് എന്ന് ഉപഗ്രഹ ചിത്രങ്ങളുടെ സഹായത്തോടു കൂടി കഴിഞ്ഞ ദിവസം CNN വെളിപ്പെടുത്തിയതോടുകൂടി തന്നെ ഇസ്രായേലിന് ഇനി ഇറാന്റെ ഭാഗത്തു നിന്നുള്ള മാരകമായ ആക്രമണങ്ങൾ പ്രതീക്ഷിക്കേണ്ടി വരും. അതൊരിക്കലും ഇസ്രായേലിന് ഗുണകരമാകുന്ന കാര്യമായില്ല. അതിന് നെതന്യാഹു കണ്ടെത്തിയ ഒരു ബദൽ മാർഗമാണ് ലെബനന് നേരെ ആക്രമണം നടത്തുക എന്നത്. നമുക്കറിയാം, നെതന്യാഹുവിനെ സംബന്ധിച്ച് യുദ്ധം എപ്പോൾ അവസാനിക്കുന്നോ അന്നു മുതൽ നെതന്യാഹുവിന്റെ കൗണ്ട് ഡൗൺ തുടങ്ങുകയാണ്. നെതന്യാഹുവിനെതിരായ പ്രോസിക്യൂഷൻ നടപടികൾ വേഗത്തിലാകും. അഴിമതി കേസിൽ ശിക്ഷ ലഭിച്ചേക്കാം. ശിക്ഷ ലഭിക്കുകയാണെങ്കിൽ നെതന്യാഹു ശിഷ്ടകാലം അഴിക്കുള്ളിൽ കഴിയേണ്ടി വരും. ഉടൻ തന്നെ തെരഞ്ഞെടുപ്പ് ഉണ്ടാകും. തീർച്ചയായും നെതന്യാഹു മത്സരിക്കാൻ സാധ്യതയില്ല. കാരണം കേസും നടപടികളും നിലനിൽക്കുന്നതുകൊണ്ട് നെതന്യാഹുവിന് മത്സരിക്കാൻ കഴിയില്ല. അപ്പൊ സ്വാഭാവികമായിട്ടും മറ്റൊരാൾ അധികാരത്തിലേറും. അത് നെതന്യാഹു വിരുദ്ധ പക്ഷമാണെങ്കിൽ തീർച്ചയായും കടുത്ത നടപടികൾ, കുറെ കൂടി കടുത്ത നടപടികൾ നെതന്യാഹുവിനെതിരെ ഉണ്ടാകും. അതുകൊണ്ട് തന്നെ യുദ്ധം മുന്നോട്ട് കൊണ്ടുപോവുക എന്നുള്ളത് വർഷങ്ങളായി നെതന്യാഹുവിന്റെ നിലനിൽപ്പിന്റെ അജണ്ടയാണ്. അതുകൊണ്ട് കൂടിയാണ് ലെബനനിലേക്ക് കടുത്ത ആക്രമണങ്ങൾ നെതന്യാഹു അഴിച്ചുവിട്ടത്. പക്ഷെ അത് ഇപ്പോൾ അമേരിക്കയുടെ സ്വപ്നങ്ങൾക്ക്, ട്രംപിന്റെ സ്വപ്നങ്ങൾക്ക് വലിയ തിരിച്ചടിയാവുകയാണ്. കാരണം എന്താണ്? നെതന്യാഹു ലെബനനെ ആക്രമിക്കുക എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇസ്രായേൽ ലെബനനിലേക്ക് കടന്നു കയറി അവിടുത്തെ തലസ്ഥാനമായ ബെയ്റൂത്തിലേക്ക് ഉൾപ്പെടെ വലിയ ആക്രമണങ്ങൾ നടത്തുക എന്ന് പറഞ്ഞാൽ അത് ഇപ്പോൾ നിലനിൽക്കുന്ന വെടിനിർത്തൽ കരാറുകളുടെ ലംഘനമാണ്. ആ ലംഘനം വെച്ചു പൊറുപ്പിക്കാൻ കഴിയില്ല. അത് ഇറാനോടുള്ള വെല്ലുവിളിയാണ്. അപ്പോൾ ഒരു വശത്ത് സമാധാനം പറയുകയും മറുവശത്ത് അതേസമയം ആക്രമണം നടത്തുകയും ചെയ്യുന്ന അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും ചതിയൻ രീതിയോട് അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ്, വ്യക്തമാക്കിക്കൊണ്ട് തന്നെയാണ് ഇറാൻ സമാധാന ശ്രമങ്ങൾക്ക് ഇനി ഇല്ല, അല്ലെങ്കിൽ ചർച്ചകൾക്ക്, അല്ലെങ്കിൽ ഈ പറയുന്ന അപഹാസ്യരാകുന്ന വിധത്തിലുള്ള ഇടപാടുകൾക്കില്ല എന്ന് വ്യക്തമാക്കിയത്. ഇപ്പം ഈ പറയുന്ന റോയിറ്റേഴ്സിൽ വന്നിരിക്കുന്ന വാർത്തയുടെ ബാക്കി വിശദാംശം നോക്കിയാൽ അത് വ്യക്തമാകും. നോക്കുക, ഇറാൻസ് തസ്നീം ന്യൂസ് ഏജൻസി സെഡ് ഓൺ മൺഡേ ദാറ്റ് Tehran's negotiating team is stopping exchanges of messages with the United States through mediators due to attack on Lebanon as diplomatic efforts to end the 3-month-old Iran war continue. എന്നാണ് പറയുന്നത്. The agency said Iran and the Resistance Front, which includes its Shiite alliance in Yemen, Lebanon and Iraq, have set an agenda to completely block the Strait of Hormuz and to activate other fronts, including the Bab al-Mandab Strait, in order to punish Israel and its supporters എന്ന് കൂടി റോയിറ്റേഴ്സ് പറയുന്നു. അത് ഇറാന്റെ വാർത്താ ഏജൻസിയായ തസ്നീം ന്യൂസ് ഏജൻസിയെ കോട്ട് ചെയ്തുകൊണ്ടാണ് പറയുന്നത്. അപ്പൊ ഇതിൽ നിന്ന് വ്യക്തമാകുന്നത് ഇറാൻ അവരുടെ നിലപാട് മാറ്റിയിരിക്കുന്നു. അമേരിക്ക ഓരോ തവണയും പുറത്തെടുക്കുന്ന തന്ത്രങ്ങൾക്കനുസരിച്ച് അതിന് വഴിപ്പെട്ട് നിൽക്കുന്ന പരിപാടിക്ക് ഇനി തങ്ങളില്ല എന്ന് ഇറാൻ പ്രഖ്യാപിക്കുന്നു. അതിന് കാരണം ഇറാന്റെ മുഴുവൻ യുദ്ധശേഖരവും ആക്ടിവേറ്റ് ആയിരിക്കുന്നു. എങ്ങനെ വേണമെങ്കിലും അതെടുത്ത് ഉപയോഗിക്കാനുള്ള ശേഷി ഇപ്പോൾ ഇറാന് കൈവന്നിരിക്കുന്നു. മൊബൈൽ റോക്കറ്റ് ലോഞ്ചിങ് പാഡുകൾ അടക്കം സജ്ജമാക്കിയത് കൊണ്ട് തന്നെ അതുപയോഗിച്ച് എവിടെ നിന്ന് വേണമെങ്കിലും ശത്രുവിനെതിരെ യുദ്ധം ചെയ്യാമെന്നുള്ള അസാധ്യമായ കോൺഫിഡൻസ് ഇറാന് കൈവന്നിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇറാൻ ആക്രമണങ്ങൾ ശക്തമാക്കുന്നത്. നോക്കുക, കഴിഞ്ഞ മണിക്കൂറുകളിൽ കുവൈറ്റിലെ
അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണ ശ്രമങ്ങൾ ഇറാൻ നടത്തി. ആക്രമണങ്ങൾ ലക്ഷ്യം കണ്ടില്ല എന്നാണ് കുവൈറ്റ് പറയുന്നത്, അല്ലെങ്കിൽ അമേരിക്ക പറയുന്നത്. അമേരിക്കൻ സേനാ കേന്ദ്രത്തിൽ നിന്നുള്ള റിപ്പോർട്ട് അനുസരിച്ച് മിസൈലുകൾ വന്നിരുന്നു, അത് ഫലപ്രദമായി തകർത്തിരിക്കുന്നു എന്നാണ് പറയുന്നത്. പക്ഷെ അപ്പോഴും ഈ യുദ്ധം വീണ്ടും വ്യാപിക്കുന്നു എന്ന അപകടകരമായ സിറ്റുവേഷൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചിത്രം തുടരുകയാണ്. എന്ന് മാത്രമല്ല, കുവൈറ്റ് അമേരിക്ക ബന്ധം ഏതാണ്ട് 35 വർഷത്തിലേറെ കാലമായിട്ടുള്ള ഊഷ്മളമായ ബന്ധമാണ്. അതുകൊണ്ട് തന്നെ അമേരിക്കയ്ക്ക് വേദനിക്കണമെങ്കിൽ, ട്രംപ് ഈ യുദ്ധത്തിൽ നിന്ന് പിന്മാറണമെങ്കിൽ, പരിപൂർണമായി യുദ്ധം അവസാനിക്കണമെങ്കിൽ ശക്തമായ സമ്മർദ്ദം ട്രംപിന് മേൽ വേണമെന്ന് ഇറാൻ അറിയാം. അതുകൊണ്ട് തന്നെയാണ് കുവൈറ്റിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ നടത്താൻ ഇറാൻ തയ്യാറാകുന്നത്. അതിനിയും തുടരുമെന്ന സൂചനയും വ്യക്തമായി പുറത്തു വരുന്നുണ്ട്. അതോടൊപ്പം ഇറാനെ തളർത്താൻ വേണ്ടി ചില പ്രചാരണങ്ങൾ പാശ്ചാത്യ മാധ്യമങ്ങളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇറാന്റെ ഭരണമാറ്റം എന്നത് സംബന്ധിച്ചാണ്. അതായത് ഇറാന്റെ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ മുസ്തഫ ഖാംനെയുടെ ഓഫീസിന് രാജിക്കത്ത് കൊടുത്തു എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നലെ മുതൽ വാർത്തകൾ വന്നിരുന്നു. പക്ഷേ അത് ഇറാൻ ഇപ്പോൾ നിഷേധിച്ചിരിക്കുകയാണ്. IRGC അത് നിഷേധിച്ചിരിക്കുകയാണ്. ഇറാൻ ഭരണകൂടം, അവരുടെ വക്താക്കൾ അത് നിഷേധിച്ചിരിക്കുകയാണ്. അത് വ്യാജമായ പ്രചാരണമാണ്. ഇറാനെ തകർക്കാൻ വേണ്ടി, ആശയക്കുഴപ്പത്തിലാക്കാൻ വേണ്ടിയിട്ടുള്ള തീർത്തും വ്യാജമായ പ്രചാരണമാണ് എന്നാണ് ഇറാൻ പറഞ്ഞിരിക്കുന്നത്. അതേസമയം തന്നെ അമേരിക്ക ചില ആക്രമണങ്ങൾ ഇറാന് നേരെ കഴിഞ്ഞ മണിക്കൂറുകളിൽ നടത്തിയിരുന്നു. ഇറാന്റെ ചില ഡ്രോൺ കേന്ദ്രങ്ങൾ തകർത്തു എന്ന് പറയുന്നു. അതുപോലെ തന്നെ ഹോർമുസിന് സമീപമുള്ള ഇറാന്റെ ചില ദ്വീപുകൾക്ക് നേരെയും ആക്രമണങ്ങൾ നടത്തിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അതിന് പ്രത്യാക്രമണം എന്ന നിലയിൽ കൂടിയാണ് ഇറാൻ ഇപ്പോൾ കടുത്ത തീരുമാനങ്ങളിലേക്ക് പോകുന്നത്. പക്ഷേ അപ്പോഴും ഇറാന് നേരെ കൂടുതൽ ശക്തമായ ആക്രമണങ്ങളിലേക്ക് പോകാൻ അമേരിക്ക തയ്യാറല്ല. ലെബനനിൽ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ആക്രമണം എങ്ങനെയെങ്കിലും അവസാനിപ്പിക്കാനാണ് അമേരിക്ക ഇടപെടുന്നത്. ട്രംപ് അല്പസമയം മുമ്പ് പറഞ്ഞത്, ഞങ്ങൾ ലെബനനിൽ ഇടപെടുന്നുണ്ട്, ലെബനനിലെ ബെയ്റൂത്തിലേക്ക് ഇസ്രായേൽ നടത്താനിരുന്ന ഒരു വലിയ ആക്രമണം ഞങ്ങളുടെ ഇടപെടലിനെ തുടർന്ന് അവസാനിച്ചിരിക്കുന്നു, ഇല്ലാതായിരിക്കുന്നു എന്നാണ്. അപ്പൊ അമേരിക്കയെ സംബന്ധിച്ച് ട്രംപ് ഓരോ വീരവാദങ്ങൾ പറഞ്ഞ് ഞങ്ങൾ ജയിക്കാൻ പോവുകയാണ് എന്ന പ്രതീതി ഉണ്ടാക്കുന്ന സമയത്തൊക്കെ ഇറാൻ ശക്തമായ തിരിച്ചടി കൊടുക്കുന്നു. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ചർച്ചയ്ക്കില്ല, ഇനിയും അപഹാസ്യരാകുന്ന വിധത്തിൽ, അല്ലെങ്കിൽ വെടിനിർത്തൽ കരാർ ലംഘിക്കുന്ന അമേരിക്കയുമായി, അല്ലെങ്കിൽ ഇസ്രായേലുമായി, അല്ലെങ്കിൽ അവരുടെ ആ ടീമുമായി ഒരു ചർച്ചയ്ക്കുമില്ല എന്ന് ഇറാൻ പറയുകയും തൊട്ടു പിന്നാലെ ഹോർമുസിൽ വലിയ ആക്രമണങ്ങൾ നടത്തുകയും ചെയ്തതിലൂടെ വലിയ തോതിലുള്ള യുദ്ധം വീണ്ടും സജീവമാകും എന്ന ഭീതിയാണ് നിഴലിക്കുന്നത്. എന്ന് വെച്ചാൽ, ഇത്രയും കാലം അമേരിക്കയായിരുന്നു ഏതെങ്കിലും തരത്തിൽ ഒരു പ്രകോപനം ഉണ്ടാക്കിയിരുന്നത് എങ്കിൽ ഇനി അങ്ങോട്ട് ഇറാന്റെ ഭാഗത്ത് നിന്ന് ശക്തമായ പ്രകോപനങ്ങൾ, ആക്രമണങ്ങൾ ഉണ്ടാകും എന്ന് തന്നെയാണ് വ്യക്തമാകുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞാൽ അത് ഇസ്രായേലിനും വലിയ തിരിച്ചടിയാകും, നെതന്യാഹുവിനും വലിയ തിരിച്ചടിയാകും. കാരണം ഇസ്രായേലിലേക്ക് വേണമെങ്കിൽ ആക്രമണം നടക്കാം, ഇസ്രായേൽ ബന്ധമുള്ള കപ്പലുകൾക്ക് നേരെ വേണമെങ്കിൽ ആക്രമണം നടത്താം. അതുപോലെ തന്നെ ഇസ്രായേലിന്റെ യുദ്ധ താല്പര്യങ്ങൾ മുഴുവൻ തകർക്കുന്ന വിധത്തിൽ അമേരിക്കയ്ക്ക് മേൽ ശക്തമായ സമ്മർദ്ദം ഇറാൻ കുവൈറ്റിലേക്ക് അടക്കമുള്ള ആക്രമണങ്ങളിലൂടെ ഇനിയും നൽകാം. അങ്ങനെ വന്നാൽ ഇസ്രായേലിന്റെ യുദ്ധ സ്വപ്നങ്ങൾ അതെല്ലാം തകർക്കുന്ന വിധത്തിൽ അമേരിക്ക ഇടപെടൽ നടത്തും. ആ ഇടപെടൽ ലെബനനിൽ ഉണ്ടായി തുടങ്ങിയിരിക്കുന്നു എന്നുകൂടി കാണുമ്പോൾ തീർച്ചയായും അത് ഇസ്രായേലിനും കനത്ത പ്രഹരം തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല.